ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യണത് എൻ്റെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും പിന്നെ അതിൻ്റെ കൂടെ ഒരു പടവലങ്ങ കറിയുടെ ഒരു റെസിപ്പിയും കൂടി, ഞാൻ ഉണ്ടാക്കുന്ന പടവലങ്ങ കറിയുടെ ഒരു റെസിപ്പിയും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ രാവിലെ നീച്ച് ഞാൻ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉഴുന്ന് ദോശയാണ് ചുടുന്നത്. ഒരു ഗ്ലാസ് ഉഴുന്നും 2 ഗ്ലാസ് അരിയും വെള്ളത്തിലിട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് 2 ദിവസത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം കേട്ടോ. പിന്നെ അവധി ദിവസം ആയതുകൊണ്ട് തന്നെ സമാധാനത്തിലിരുന്ന് ചായ കുടിക്കാം കേട്ടോ. ദോശ ചുട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ദോശയും കൂട്ടി ചായ കുടിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പടവലങ്ങ കറി വെക്കാൻ പോവുകയാണ് കേട്ടോ. ചോറിലേക്കുള്ള പടവലങ്ങ കറി വെക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു കുക്കറിൽ ഞാൻ കുറച്ച് പരിപ്പെടുത്ത് കഴുകുകയാണ് കേട്ടോ. അങ്ങനെ പരിപ്പ് നന്നായിട്ട് 3 പ്രാവശ്യം കഴുകുകയാണ് കേട്ടോ. പരിപ്പ് നന്നായിട്ട് കഴുകിയതിന് ശേഷം അത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി വെച്ചിട്ട് അതിലേക്ക് ഞാൻ 1 തക്കാളി 2 പച്ചമുളകും അരിഞ്ഞ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു തക്കാളിയും 2 പച്ചമുളകും പിന്നെ ഞാൻ 2-3 വെളുത്തുള്ളിയുടെ അല്ലിയും കൂടി ചേർക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും, ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണോളം മുളകും പൊടിയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കുക്കറിൽ വേവിച്ച് കുക്കറിൽ ഒരു 4 വിസിൽ വരെ വരണം കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് പടവലങ്ങ കട്ട് ചെയ്തെടുക്കാം. ആദ്യം പടവലങ്ങ നന്നായിട്ട് തൊലി കളഞ്ഞെടുക്കുകയാണ് കേട്ടോ. തൊലി കളഞ്ഞതിന് ശേഷം അതിൻ്റെ ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞിട്ട് ഞാൻ കയ്യിൽ വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. കട്ടിംഗ് ബോർഡ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇതുപോലെ ആരും ചെയ്യരുത് കേട്ടോ. കൈ മുറിയാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് കട്ടിംഗ് ബോർഡ് യൂസ് ചെയ്യാം. അത് മുഴുവനായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും കുക്കറിൽ 4 വിസിൽ വന്നിട്ടോ. അപ്പോൾ 4 വിസിൽ വന്നതിന് ശേഷം അതിൻ്റെ ആവി ഫുള്ള് പോയി കഴിഞ്ഞിട്ട് ഇത് ഞാൻ തുറന്ന് കാണ്ട് അതിലേക്ക് ഞാൻ പടവലങ്ങ ഇട്ട് കൊടുത്തിട്ടോ. പക്ഷെ അതിൻ്റെ വീഡിയോ ഓണാക്കാൻ മറന്നുപോയി. അതിൻ്റെ വീഡിയോ ഇതിൽ പെട്ടിട്ടില്ല. ഇനി പടവലങ്ങ ഒന്ന് വേകണ സമയം കൊണ്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കട്ടോ. അത് വേകണ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള തേങ്ങ ചിരകി റെഡിയാക്കി എടുക്കാം. തേങ്ങ അരച്ചെടുക്കണം. അപ്പോൾ അതൊന്ന് റെഡിയാക്കാം. ഞാനിവിടെ 1 മുറി തേങ്ങ മുഴുവനായിട്ട് ചിരകിക്കണം കേട്ടോ. എന്നിട്ട് അതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കുറച്ച് ചെറിയ ജീരകം പിന്നെ ഒരു 2-3 ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് വേണമെങ്കിൽ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഞാൻ വെളുത്തുള്ളി ആദ്യം ഇട്ടതുകൊണ്ട് പരിപ്പിലേക്ക് ഇട്ട് കൊടുത്തതുകൊണ്ട് ഇപ്പം ഞാൻ വെളുത്തുള്ളി ഇടണില്ല കേട്ടോ. വേണമെങ്കിൽ 2 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വെള്ളം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. കുറച്ച് ലൂസാക്കിയിട്ട് അരച്ചെടുക്കുക. തേങ്ങ അരച്ച് കഴിഞ്ഞപ്പോഴേക്കും പടവലങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ തേങ്ങ അരക്കുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിലേക്കൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം അടിയിൽ പിടിക്കാതെ നോക്കണം. പടവലങ്ങ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് തീ കുറച്ച് വെച്ചാൽ മതി. അങ്ങനെ പടവലങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ഈ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് വെള്ളം കൂട്ടിയിട്ട് ചുഴറ്റിക്കാണ്ടും കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എന്നാൽ കറീൻ്റെ തിക്നെസ് പാകമായി കിട്ടും. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ
നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ടൊന്ന് കടുകിട്ട് തൂമിച്ചെടുത്താൽ മതി. അപ്പോൾ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിരിക്കണം. അപ്പോൾ ഞാനത് ഫ്ലെയിമിൽ നിന്ന് മാറ്റി വെക്കുകയാണ്. എന്നിട്ടൊന്ന് കടുകിട്ട് തൂമിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചാണ് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ, ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് കടുകും, ആവശ്യത്തിന് കടുകും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ഇട്ട് തൂമിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ഉച്ചത്തേക്കുള്ള കറി റെഡി ആക്കണം കേട്ടോ. ഇങ്ങനെ നല്ല എളുപ്പത്തിൽ തന്നെ നമുക്ക് പടവലങ്ങ കറി വെക്കാം. അപ്പോൾ ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ കറി റെഡി ആയിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചോറ്, വെള്ളം കറണ്ട് അടുപ്പത്താണ് ഇട്ട് വെക്കുക. അത് കഴിഞ്ഞിട്ട് ചോറ് തിളപ്പിക്കാൻ വേണ്ടി വെക്കുകയാണ്. ചോറ് കുറേ ബാക്കിയുള്ളതുകൊണ്ട് തിളപ്പിച്ച് വിട്ടണുള്ളൂ, പുതിയ ചോറ് വെക്കണില്ല. പിന്നെ അത് കഴിഞ്ഞ് അടുക്കള ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് പാത്രം കൂടി കഴുകാനുണ്ടായിനി, അതും കൂടി കഴുകുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു.